ഹലോ, ചേട്ടനച്ചനാണേ. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ പാണത്തൂർ പള്ളിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കുരിശുപള്ളികളുണ്ട്. ഒന്ന് കല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തും പിന്നെ ഒന്ന് എള്ളുകൊച്ചി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത് കല്ലപ്പള്ളി എന്ന പേരുള്ള സ്ഥലത്തേക്കാണ്. അവിടുത്തെ അൽഫോൺസാമ്മയുടെ നാമധേയത്തിലുള്ള പള്ളിയിലേക്ക് നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ എന്ന് വെച്ചാൽ ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെയുള്ള കുറച്ച് ദൂരം കൂടിയുണ്ട്. നല്ല അടിപൊളി സീനറിയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള കുറച്ച് യാത്രകളും അതുപോലെ തന്നെ കുറച്ച് കാഴ്ചകളും കാണാം. നമ്മളിപ്പോൾ പള്ളിയുടെ മുൻപിലൂടെ പാണത്തൂർ ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോയ്ക്ക് ഒരു അല്പം സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, ആ സമയം ഒത്തിരി കൂടുതലായതുകൊണ്ടാണ്. ഇതാണ് നമ്മളുടെ പാണത്തൂർ ടൗണ്. അങ്ങ് അറ്റത്ത് ആ മലയൊക്കെ കണ്ടു, എന്ത് രസമാണെന്ന് പറയുമോ ശരിക്കും നേരിട്ട് കാണുമ്പം. ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷേ എങ്കിൽ പോലും വളരെ മനോഹരമായ കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഈ പാണത്തൂർ ടൗണും ഇതുവഴി പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ. 3 ബസ് ഉണ്ട് കേട്ടോ. നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ബസ്സാണുള്ളത്. അത് ഇവിടം വരെ ഉള്ളൂ, പാണത്തൂർ വരെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്ന് ഈ നേരെ കാണുന്ന വഴി എന്ന് പറഞ്ഞത് എള്ളുകൊച്ചിയിലേക്ക് പോകാനായിട്ടുള്ളതാണ്. അത് നമുക്ക് വേറൊരു ദിവസം പോവാം. ഇപ്പം നമ്മൾ പോകുന്നത് കല്ലപ്പള്ളി. കണ്ടോ, ആനയുണ്ട്, പെരുമ്പാമ്പ്, മാൻ, പിന്നെ കടുവ, എല്ലാ സാധനങ്ങളുമൊക്കെയുള്ള ഏതാണ്ടൊരു വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റേഷനാണ്. ഇത് ആനത്താരയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പോയതിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ട് ഇതിലൂടെ ആന ഇറങ്ങിയിട്ടുണ്ട്. അതാണിത്. ഈ മണ്ണൊക്കെ ഇളകി, ഭയങ്കരമായിട്ട് മണ്ണൊക്കെ ഇളകി കിടപ്പുണ്ട് ഇവിടെ. കണ്ടോ, ആനയുടെ കാൽപ്പാടുകൾ കണ്ടോ. കല്ലപ്പള്ളി നമ്മുടെ കുറച്ച് ചേട്ടന്മാരുടെ പറമ്പിൽ ഈ ദിവസങ്ങൾ ആന ഇറങ്ങിയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ നാളെയായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൂടി നിങ്ങളൊന്ന് കാണണം. കാര്യം നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കാണുമ്പം വളരെ രസകരമാണ്. നമുക്ക് കാട്ടാനയെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുള്ളൂ. ഒരു പറമ്പ് മുഴുവനും പറമ്പിലുള്ള കായ്കനികളെല്ലാം വലിച്ചു പറിച്ച് കളയുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു നാളത്തെ വലിയൊരു അധ്വാനമാണ് അതിലൂടെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രകൃതിയൊക്കെ. നല്ല രസമാണ്. കാരണം ചുറ്റും മലകളും അതുപോലെ തന്നെ നല്ല പച്ചപ്പൊക്കെ ആയിട്ടുള്ള നല്ല രസം ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പ്ലാന്റേഷൻ്റെ സൈഡാണ്. നമ്മളിപ്പം കുറച്ചും കൊണ്ട് ആനത്താര കഴിഞ്ഞിട്ട് വേറെ ആനത്താരയും കൂടി ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്ലാന്റേഷൻ്റെ സൈഡാണ് ഇതൊക്കെ. അവിടെയൊക്കെ നമ്മൾ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
നമ്മളങ്ങനെ കല്ലപ്പള്ളിയിലേക്ക് ഇതായെത്തിക്കൊണ്ടിരിക്കുന്നു. കുറേ ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ കല്ലപ്പള്ളിയിലേക്ക് എത്താനായിട്ട്. ഞാനത് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല ബൈക്കിലായതുകൊണ്ട്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ വഴി മൊത്തത്തിൽ ഞാൻ എടുക്കാം. അപ്പോൾ കല്ലപ്പള്ളിയിൽ ഇപ്പോൾ ചെറുതൊരു പണി നടന്നുകൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞു പോയി. വലിയ കെട്ടുറപ്പുള്ള ഒരു ഭിത്തി അല്ലാതിരുന്നതുകൊണ്ട് അത് ഇടിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആ സൈഡൊക്കെ ഒന്ന് കെട്ടിപ്പൊക്കി കോൺക്രീറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുക. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ആ പള്ളി കാണുമ്പോൾ മനസ്സിലാവും, അൽഫോൺസാമ്മയുടെ നാമധേയത്തിലുള്ള പള്ളിയാണ്. 25 കുടുംബങ്ങൾ അവരുടെ അധ്വാനം കൊണ്ട് പണി കഴിപ്പിച്ച പള്ളിയാണ് അത്. കണ്ടാൽ പറയില്ല, അത്ര മനോഹരമായ ഒരു പള്ളി. എന്ത് രസമാണെന്ന് പറയുമോ കാണാൻ വേണ്ടിയിട്ട്. ഇത് കാടാണ് കേട്ടോ, പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്, അവിടെ ആനയൊക്കെ വന്ന സ്ഥലമാണത്. ഇതാണ് ആ പള്ളി. 25 കുടുംബങ്ങൾ ഭയങ്കര കൂട്ടായ്മയോടുകൂടി അവരൊരുമിച്ച് ഒത്തൊരുമയോടുകൂടി നിന്ന് പണിത പള്ളിയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമധേയത്തിലുള്ള നമ്മുടെ കല്ലപ്പള്ളി. അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്കിപ്പോൾ കാണാം. നല്ല മനോഹരമായൊരു പള്ളി, ശാന്തമായ സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ല മനോഹരമായൊരു പള്ളിയാണ്. ഇതുകൊണ്ടോ എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. 25 കുടുംബങ്ങൾ അവരുടെ അധ്വാനം കൊണ്ട് പണി കഴിപ്പിച്ച പള്ളിയാണ്. എന്ത് രസമാണെന്ന് നോക്കിയാൽ അല്ലേ. അതിൻ്റെ സ്നേഹവും നിഷ്കളങ്കതയും ഒക്കെ ആ കുടുംബങ്ങൾക്ക് എല്ലാത്തിലും തന്നെയുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം, നമ്മൾ അച്ഛന്മാരുടെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്ന് ഇവരോട് എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം മാത്രമേ ഇവരെല്ലാവരും തിരിച്ച് വീടുകളിൽ പോകുള്ളൂ. അല്ലാതെ കുർബാന കഴിയുമ്പോൾ തന്നെ ഇറങ്ങി ഓടുന്ന ഒരു പരിപാടിയില്ല. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ കൂടുതൽ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.